ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഇൻകം ടാക്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പം നമ്മൾ 5 ഹെഡ് പഠിച്ചു, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് പഠിച്ചു. ദാറ്റ് മീൻസ് എത്രയാണ് നമ്മുടെ ടാക്സ് ലയബിലിറ്റി വരുന്നത്, എക്സംഷനും കൂടെ കഴിഞ്ഞ് എത്രയാണ് നമ്മുടെ ടാക്സ് ലയബിലിറ്റി വരുന്നത് എന്നുള്ള പ്രോസസ്സ് വരെ എത്തി. ദാറ്റ് മീൻസ് കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്ന സാധനം നമ്മൾ അവസാനിപ്പിച്ചു. ഇനി ഇൻകം ടാക്സുമായിട്ട് കയറി വരുന്ന 2 മേജർ പ്രോസസ്സുകളാണ്. ഒന്ന്, നമ്മൾ ടാക്സ് ഡിപ്പാർട്ട്മെന്റിലോട്ട് റിട്ടേൺ സബ്മിറ്റ് ചെയ്യണം. മനസ്സിലായി? ഇറ്റ്സ് കോൾഡ് ഫയലിംഗ് ഓഫ് റിട്ടേൺ ആൻഡ് അങ്ങനെ റിട്ടേണിൻ്റെ അസസ്മെന്റ് പ്രൊസീജിയേഴ്സ്. ഓക്കെ, അതായത് നമ്മൾ കൊടുത്തിരിക്കുന്ന റിട്ടേണിൻ്റെ വെരിഫിക്കേഷനോ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കാൻ പോകുന്ന റിട്ടേണിൻ്റെ അസസ്മെൻറ്റെന്നോ അങ്ങനെ എന്ത് വേണമെങ്കിലും പറയും. സോ ഇങ്ങനെ 2 കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഏതൊക്കെയായിരുന്നു? ഒന്ന്, കണ്ടുപിടിച്ചിരിക്കുന്ന ടാക്സ് ലയബിലിറ്റി എത്രയാണ് എന്നുള്ള കാര്യം നമ്മൾ പ്രോപ്പറായിട്ട് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കുക. ഇറ്റ്സ് കോൾഡ് റിട്ടേൺ. ഓക്കെ, നമ്മുടെ ടാക്സ് ലയബിലിറ്റി കമ്പ്യൂട്ട് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ടോട്ടൽ ടാക്സബിൾ ഇൻകം കമ്പ്യൂട്ട് ചെയ്തിരിക്കുന്നത് എത്ര എമൗണ്ട് ആണ്, അത് ഏതൊക്കെ വഴിയിലാണ്, ഏതൊക്കെ തരത്തിലുള്ള എക്സംഷൻസ് ആണ് നിങ്ങൾ ക്ലെയിം ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ റിട്ടേൺ ആയിട്ട് സബ്മിറ്റ് ചെയ്യുക. ഇറ്റ്സ് കോൾഡ് ഫയലിംഗ് ഓഫ് റിട്ടേൺ. ആൻഡ് ദ സെക്കൻഡ് പ്രോസസ് എന്ന് പറയുന്നത് അതിൻ്റെ അസസ്മെൻ്റ് ആണ്. അസസ്മെൻറ്റ് തൽക്കാലം അവിടെ നിൽക്കട്ടെ, നമുക്ക് റിട്ടേൺ പഠിച്ചതിന് ശേഷം അസസ്മെൻറ്റിലോട്ട് വരാം. സോ നോക്കി, നമ്മൾ റിട്ടേൺ സബ്മിറ്റ് ചെയ്യാൻ പോവുകയാണ്. സോ റിട്ടേണുമായിട്ട് ബന്ധപ്പെടുത്തി കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ളത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് വൺ, ആരൊക്കെയാണ് റിട്ടേൺ സബ്മിറ്റ് ചെയ്യേണ്ടത്? ഓക്കെ, നമ്മൾ പഠിച്ച അസസിയുടെ കുറേ കാറ്റഗറി കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ. ആ അസസിയിലെ ഏതൊക്കെ അസസികളാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? റിട്ടേൺ സബ്മിറ്റ് ചെയ്യേണ്ടത്, നമ്പർ 1. ആൻഡ് നമ്പർ 2, എപ്പോഴാണ് റിട്ടേൺ സബ്മിറ്റ് ചെയ്യേണ്ടത്? ദാറ്റ് മീൻസ് എല്ലാത്തിനും ഒരു കട്ട് ഓഫ് ഡേറ്റ് ഉണ്ടല്ലോ ഇൻകം ടാക്സിൽ. അതേപോലെ തന്നെ റിട്ടേൺ സബ്മിറ്റ് ചെയ്യാൻ ഒരു കട്ട് ഓഫ് ഡേറ്റ് ഉണ്ട്. അപ്പോൾ ഏത് ദിവസത്തിനുള്ളിൽ അത് റിട്ടേൺ നമ്മൾ സബ്മിറ്റ് ചെയ്യണം. ആൻഡ് തേർഡ് വൺ, ഓരോരുത്തർക്കും റിട്ടേൺ സബ്മിറ്റ് ചെയ്യാൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോമുകളുണ്ട്, ഫോംസ്. ഓക്കെ, സോ ഏതൊക്കെ ഫോമിലാണ് നമ്മൾ റിട്ടേൺ സബ്മിറ്റ് ചെയ്യേണ്ടത്? ആൻഡ് ദ ഫോർത്ത് വൺ, ഈ പറയുന്ന ദാറ്റ് മീൻസ് ഈ പറയുന്ന ഫോം വഴി നിങ്ങൾ റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്ന നേരത്ത് അവിടെ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട സെർട്ടൻ സ്റ്റെപ്സ് ഉണ്ട്. മനസ്സിലായി? ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കലി നമുക്ക് ഈ പറയുന്ന റിട്ടേണിനകത്ത് പറയേണ്ടത്. എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് വൺ, ഏത് അസസിയാണ്. സെക്കൻഡ് വൺ, ഏത് ടൈം ലിമിറ്റ് ആണ്. ആൻഡ് തേർഡ് വൺ, ഏത് ഫോം ആണ്. ആൻഡ് ഫോർത്ത് വൺ, എന്തൊക്കെയാണ് അതിൻ്റെ സ്റ്റെപ്പ്. സോ ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുക, കാരണം ഭാവിയിലെ ഓഡിറ്റേഴ്സാണ് നിങ്ങളെല്ലാവരും. ഓക്കെ, സോ ഇൻകം ടാക്സിൻ്റെ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും ഇപ്പം നാളെ നിങ്ങളുടെ ഒരു ടാക്സബിൾ പേഴ്സൺ ആവുന്ന നേരത്ത് നിങ്ങൾ എങ്ങനെയാണ് ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്, എപ്പോഴാണ് ഫയൽ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ഈ വീഡിയോ നിർബന്ധമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെച്ചേ പറ്റും. ഓക്കെ, സോ നമുക്ക് നോക്കാം. സെക്ഷൻ 139 ഓഫ് ഇൻകം ടാക്സ് ആക്ടിനകത്താണ് കൂടുതലായിട്ടും ഈ പറയുന്ന റിട്ടേൺസിനെ കുറിച്ച് പറയുന്നത്. 139, 140, സെക്ഷൻ 140 എന്ന് പറയുന്നത് അതിൻ്റെ വെരിഫിക്കേഷൻ പ്രൊസീജിയറാണ്. അത് അവിടെ നിൽക്കട്ടെ. സോ സെക്ഷൻ 139 നമ്മൾ റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആരൊക്കെയാണ് റിട്ടേൺ സബ്മിറ്റ് ചെയ്യേണ്ടത്? നോക്കേ, every person being a company or a firm, company or firm, or being a person other than company or firm, if his total income or the tax or the total income of any other person in respect of which he is assessable under this act. ബ്രാക്കറ്റിൽ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നുണ്ടോ, ഇൻകം ബിഫോർ ഗീവിംഗ് എഫക്ട്. ഇൻകം ബിഫോർ ഗീവിംഗ് എഫക്ട് സെക്ഷൻ 54, 54B, 54D, EC, G, GA, GB ആൻഡ് ചാപ്റ്റർ 6A ഡിഡക്ഷൻസ്. അതായത് നമ്മുടെ ടോട്ടൽ ടാക്സബിൾ ഇൻകം കണ്ടുപിടിക്കുക. ആ ഇൻകം കണ്ടുപിടിക്കുന്നതിനകത്ത് ഏത് കാര്യങ്ങൾ അങ്ങ് ഒഴിവാക്കിയാൽ മാത്രം മതി, അല്ലെങ്കിൽ ഏത് കാര്യങ്ങൾ നിങ്ങൾ അങ്ങ് വേണ്ടാന്ന് വെച്ചാൽ മതി. ബിഫോർ സെക്ഷൻ 54 അല്ലേ. സെക്ഷൻ 54 എന്തായിരുന്നു? ക്യാപിറ്റൽ ഗെയിനകത്ത് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു ക്യാപിറ്റൽ ഗെയിൻ എക്സംഷൻസുകളെ കുറിച്ച് അല്ലേ. സോ അതും ഈ പറയുന്ന പോലെ ചാപ്റ്റർ 6A അകത്തുള്ള സെക്ഷൻ 80C തൊട്ട് 80U വരെയുള്ള ഡിഡക്ഷൻസ് അത് ഒഴിവാക്കിയിട്ട്. ഓക്കെ, during the previous year exceed the maximum amount which is not chargeable to the income tax. ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ ബേസിക് എക്സംഷൻ ലിമിറ്റിനേക്കാൾ മുകളിൽ വരികയാണെങ്കിൽ നമ്മൾ ടാക്സബിൾ പേഴ്സൺ ആയി നമ്മൾ എന്ത് സബ്മിറ്റ് ചെയ്തേ പറ്റൂ? റിട്ടേൺ സബ്മിറ്റ് ചെയ്തേ പറ്റൂ. ഓക്കെ, ഓൺ ഓർ ബിഫോർ ദ ഡ്യൂ ഡേറ്റ് furnish a return of his income or the income of such other person during the previous year in the prescribed form and verified in the prescribed manner and setting forth such other particulars as may be prescribed under section 139 subsection 1. സിറ്റുവേഷൻ മനസ്സിലായല്ലോ. സോ ആ സെക്ഷൻ ഓർത്തിരിക്കട്ടെ. സെക്ഷൻ 139 നമ്മൾ ഈ പറയുന്ന റിട്ടേൺ സബ്മിറ്റ് ചെയ്തതിനെ കുറിച്ചുള്ള ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറയണേ. അതിനകത്ത് ആദ്യത്തെ പറയുന്നത് ആരൊക്കെയാണ് റിട്ടേൺ സബ്മിറ്റ് ചെയ്യേണ്ടത്. അതിനകത്ത് ഫസ്റ്റ് കാറ്റഗറി നോക്കി, ഫേംസും കമ്പനിയും നിർബന്ധമായിട്ട് റിട്ടേൺ സബ്മിറ്റ് ചെയ്യണം. ഫസ്റ്റ് വൺ. ആൻഡ് സെക്കൻഡ് വൺ, അതല്ലാതെ വേറെ ഏതെങ്കിലും പേഴ്സൺസ് അവരുടെ ടാക്സബിൾ ഇൻകം എന്ന് പറയുന്നത് ഈ പറയുന്ന എക്സംഷൻ ലിമിറ്റിനേക്കാൾ കൂടുതൽ പോവുകയാണെങ്കിൽ അവർ നിർബന്ധമായിട്ടും എന്ത് സബ്മിറ്റ് ചെയ്തേ പറ്റൂ? റിട്ടേൺ സബ്മിറ്റ് ചെയ്തേ പറ്റൂ. അവിടെ ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇഫ് ഹിസ് ടോട്ടൽ ഇൻകം ഓർ ദ ടോട്ടൽ ഇൻകം ഓഫ് എനി അതർ പേഴ്സൺ ഇൻ റെസ്പെക്ട് ഓഫ് വിച്ച് ഹി ഈസ് അസസബിൾ അണ്ടർ ദിസ് ആക്ട്
ബിഫോർ ഗീവിംഗ് എഫക്ട്. മനസ്സിലായി? ഏതിനു മുമ്പ്? ഈ പറയുന്ന എക്സംഷന് മുമ്പ്. അത് ഏതിനേക്കാൾ കൂടുതലാവുകയാണെങ്കിൽ, ഈ പറയുന്ന ബേസിക് എക്സംഷൻ ലിമിറ്റിനേക്കാൾ കൂടുതലാവുകയാണെങ്കിൽ അവിടെ നമ്മൾ എന്ത് കൊടുത്തേ പറ്റൂ? റിട്ടേൺ ഫയൽ ചെയ്തേ പറ്റൂ. ഓക്കെ, സോ ഇതാണ് ഫസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യം. റിട്ടേൺ ആരൊക്കെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കുമ്പോൾ സെക്ഷൻ 139 ഓർമ്മ വരണം. അതിനകത്ത് ഈ പറയുന്ന 2 കാറ്റഗറി ഓഫ് ആൾക്കാർ ഓർമ്മ വരണം. അതിനകത്ത് ഫസ്റ്റ് കാറ്റഗറിയിലെ കമ്പനി എന്നോ ഫേമോ ആയിട്ട് നമുക്ക് മെൻഷൻ ചെയ്യാം. ബാക്കിയുള്ളതിനകത്ത് ഈ പറയുന്നത് പോലെ ഈ എക്സംഷനേക്കാൾ മുമ്പ് അവരുടെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് ഏതിനേക്കാൾ കൂടുതലാവുകയാണെങ്കിൽ, ബേസിക് എക്സംഷൻ ലിമിറ്റിനേക്കാൾ കൂടുതലാവുകയാണെങ്കിൽ അവർ നിർബന്ധമായിട്ടും റിട്ടേൺ സബ്മിറ്റ് ചെയ്യണം. ഇതൊരു ജനറൽ റൂളാണ്. ഇനി പറയാൻ പോകുന്നത് കുറച്ച് സ്പെസിഫിക് ആയിട്ട്. ദാറ്റ് മീൻസ് ഈ പറയുന്ന എക്സംഷൻസും കാര്യങ്ങളൊന്നും നോക്കണ്ട, നിർബന്ധമായിട്ടും കമ്പൽസറി ഫയലിംഗ് ഓഫ് റിട്ടേൺ, നിർബന്ധമായിട്ടും റിട്ടേൺ സബ്മിറ്റ് ചെയ്യേണ്ട ചില സ്പെസിഫിക് കേസുകളുണ്ട്. നമുക്ക് നോക്കാം. ഓക്കെ, എനി പേഴ്സൺ ബീയിങ് റെസിഡന്റ് അതർ ദാൻ നോട്ട് ഓർഡിനറിലി റെസിഡന്റ്, മനസ്സിലായി, shall furnish a return with due date in respect of his income or loss for the previous year, irrespective of the fact that his total income does not exceed the basic exemption limit or does not have any taxable income. അതായത് ബേസിക് എക്സംഷൻ ലിമിറ്റിനേക്കാൾ കൂടുതൽ പോയോ, ടാക്സബിൾ ഇൻകം ഉണ്ടോ, ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല. ഇനി പറയാൻ പോകുന്ന സ്പെഷ്യൽ കാറ്റഗറി ഓഫ് പേഴ്സൺസിന് നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് സബ്മിറ്റ് ചെയ്തേ പറ്റൂ? റിട്ടേൺ സബ്മിറ്റ് ചെയ്തേ പറ്റൂ. അവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞായിരുന്നു, എനി പേഴ്സൺ ബീയിങ് റെസിഡന്റ് അതർ ദാൻ നോട്ട് ഓർഡിനറിലി റെസിഡന്റ്. സോ ആർക്കായിരിക്കും? ഓർഡിനറിലി റെസിഡന്റ് അല്ലേ? ഓക്കെ, സോ താഴെ ഏതോ കാറ്റഗറി ഓഫ് ഇൻകത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ ഇൻകം ഉണ്ടാവുന്ന ഓർഡിനറി റെസിഡന്റ് ആണെങ്കിൽ അവർ എന്ത് നോക്കേണ്ട കാര്യമില്ല, ഈ പറയുന്ന എക്സംഷൻസോ എമൗണ്ടോ ഒന്നും നോക്കേണ്ട കാര്യമില്ല, അവർ നിർബന്ധമായിട്ട് റിട്ടേൺ സബ്മിറ്റ് ചെയ്യണം. അത് ആരൊക്കെയാ നോക്കാം. ഓക്കെ, holds any beneficial owner or otherwise any assets including in any financial interest in an entity located outside India or has a signing authority in any account located outside India. മനസ്സിലായി? ഇന്ത്യക്ക് പുറമെ ഒരു അസറ്റ് ഉണ്ട്, അതിന്റെ ബെനിഫിഷ്യൽ ഓണർ ആവുകയാണെങ്കിലോ, അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറമേ ഉള്ള ഒരു അക്കൗണ്ടിന്റെ സൈനിങ് അതോറിറ്റി ഇങ്ങേർക്കാണെങ്കിലോ, ആർക്ക്? ഓർഡിനറി റെസിഡന്റ് ആണെങ്കിലോ, അങ്ങേര് നിർബന്ധമായിട്ട് റിട്ടേൺ സബ്മിറ്റ് ചെയ്യണം. മനസ്സിലായി? അതിനകത്ത് നോക്കി, ഈസ് എ ബെനിഫിഷ്യറി ഓഫ് എനി അസറ്റ്സ് ലൊക്കേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ. ഓക്കെ, സോ 2 കാര്യങ്ങൾ പറഞ്ഞ എന്തൊക്കെയാ നോക്കി. ഏതെങ്കിലും തരത്തിലുള്ള ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടാവുകയോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അസറ്റിന് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടാവുകയോ, അല്ലെങ്കിൽ ഏതെങ്കിലും അക്കൗണ്ടിന്റെ സൈനിങ് അതോറിറ്റി ഉണ്ടാവുകയോ ചെയ്താൽ, അതല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇന്ത്യക്ക് പുറമെയുള്ള ഏതെങ്കിലും ഒരു അസറ്റിന്റെ എന്തായിരിക്കണം? ബെനിഫിഷ്യറി ആവണം. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ അങ്ങേര് നിർബന്ധമായിട്ടും റിട്ടേൺ സബ്മിറ്റ് ചെയ്യണം. നേരത്തെ പറഞ്ഞ റൂളൊന്നും ഇവിടെ നോക്കേണ്ട ആവശ്യമില്ല. ബേസിക് എക്സംഷൻ ഉണ്ടോ, ടോട്ടൽ ഇൻകം ഉണ്ടോ, അല്ലെങ്കിൽ ടാക്സബിൾ ഇൻകം ഉണ്ടോ, ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല. ഓർഡിനറി റെസിഡന്റ് ആയിരിക്കണം, അങ്ങേർക്ക് ഇന്ത്യക്ക് പുറത്തൊരു അസറ്റ് ഉണ്ടായിരിക്കണം, ആ അസറ്റിന്റെ ബെനിഫിഷ്യറി ഓണർ ഇങ്ങേരായിരിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം. അതല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്നത് എന്താ നോക്കി, അക്കൗണ്ടിന്റെ സൈനിങ് അതോറിറ്റി ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ ആ പുള്ളിക്കാരൻ നിർബന്ധമായിട്ടും എന്ത് ചെയ്തേ പറ്റൂ? റിട്ടേൺ സബ്മിറ്റ് ചെയ്തേ പറ്റൂ. മനസ്സിലായി? ഇനി എക്സംഷൻ പറയുന്നുണ്ട്. അതായത് ഈ പറഞ്ഞ റൂളൊരു എക്സംഷൻ എന്താ നോക്കി, an individual being a beneficiary of an assets including any financial interest in an entity located outside India where income, if any, arising from such assets is includable in the income of the person referred above in accordance with the provision of this act. That means അങ്ങേരുടെ ഇൻകം ഓൾറെഡി ഈ പറയുന്ന സാധാരണ നോർമൽ റിട്ടേണിനകത്ത് നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ കാറ്റഗറി ഓഫ് പേഴ്സൺസിന് വേണ്ട. സോ ജനറൽ റൂൾ ഓക്കെയാണ്. ജനറൽ റൂളിനകത്ത് കയറി വരികയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ ജനറൽ റൂളിനകത്ത് കയറി വരുന്നില്ല, എന്തില്ലാന്ന്? ടാക്സബിൾ ഇൻകം അങ്ങേർക്കില്ല, അല്ലെങ്കിൽ ഈ പറയുന്ന ബേസിക് എക്സംഷൻ ലിമിറ്റിനേക്കാൾ കൂടുതൽ പോകുന്നുമില്ല. പക്ഷെ അങ്ങേർക്ക് എന്തുണ്ട്? ഒരു സൈനിങ് അതോറിറ്റിയോ അല്ലെങ്കിൽ ഒരു അസറ്റിന്റെ ബെനിഫിഷ്യറി ആണെന്ന് വിചാരിക്കുക. അങ്ങേര് നിർബന്ധമായിട്ട് എന്ത് ചെയ്തേ പറ്റൂ? റിട്ടേൺ സബ്മിറ്റ് ചെയ്തേ പറ്റൂ. സിറ്റുവേഷൻ മനസ്സിലായല്ലോ? ഇനി പറഞ്ഞിരിക്കുന്നത് എന്താണ് ബെനിഫിഷ്യൽ ഓണർ, എന്താണ് ബെനിഫിഷ്യറി. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. എന്താ beneficial owner in respect of an asset? Means an individual who has provided directly or indirectly consideration for the asset for the immediate or the future benefit, direct or indirect, or himself or any other person. Normal case, സാധാരണ പറയുന്നത് പോലെ. ഇനി ബെനിഫിഷ്യറി എന്താ? in respect of an asset means an individual who derives benefit from the asset. അസറ്റിൽ നിന്ന് ബെനിഫിറ്റ് ഉണ്ടാവുക during the previous year and the consideration for such asset has been provided by any person other than such beneficiary. മനസ്സിലായി? അതായത് ഇത് രണ്ടിന്റെയും ടേം മീനിങ് മാത്രമാണ് പറയുന്നത്.
സോ നോക്കിയേ, റിട്ടേൺ സബ്മിറ്റ് ചെയ്യേണ്ടത് സെക്ഷൻ 139(1) പ്രകാരം ആരൊക്കെയാണ് റിട്ടേൺ സബ്മിറ്റ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ 2 ജനറൽ കാറ്റഗറി ഓഫ് പേഴ്സൺസിനെ കുറിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അസറ്റ്സ് ഔട്ട്സൈഡ് ഇന്ത്യക്കകത്താണെങ്കിലോ അല്ലെങ്കിൽ ഒരു അക്കൗണ്ട് ഔട്ട്സൈഡ് ഇന്ത്യക്കകത്താണെങ്കിലോ വരികയാണെങ്കിൽ കയറി വരുന്ന റെസിഡന്റിന്റെ പ്രൊവിഷൻ നമ്മൾ പറഞ്ഞു. മനസ്സിലായി? ഇത്രയും ആൾക്കാരാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, നിർബന്ധമായിട്ടും എന്ത് സബ്മിറ്റ് ചെയ്യേണ്ടത്, റിട്ടേൺ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ഒരു കാര്യം കൂടെ പറയാം. അപ്പൊ നോക്കി, ഫസ്റ്റ് എന്ന് പറയുന്ന ഒരു ജനറൽ റൂളാ. സെക്കൻഡ് പറഞ്ഞത് ഏതാ, ഇന്ത്യക്ക് പുറമെ ഒരു അസറ്റ് ഉണ്ടെങ്കിലോ ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിലോ ഉള്ള കേസാണ്. ആൻഡ് ദ തേർഡ് വൺ ആൻഡ് ദ ഇമ്പോർട്ടന്റ് വൺ പറയും സെവൻത്ത് പ്രൊവിഷൻ ഓഫ് സെക്ഷൻ 139 സബ്സെക്ഷൻ 1 എന്ന് പറയും. പുതിയ പ്രൊവിഷൻ. ഇവിടെ ഒരു ഇൻഡിവിജ്വൽ ട്രാൻസാക്ഷനെ ബേസ് ചെയ്തുകൊണ്ട് പോലും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, റിട്ടേൺ നിർബന്ധമായിട്ട് ഫയൽ ചെയ്യേണ്ടി വരും. നോക്കാം. മാൻഡേറ്ററി ഫർണിഷിംഗ് ഓഫ് റിട്ടേൺ ഇൻ കേസ് ഓഫ് ഹൈ വാല്യൂ ട്രാൻസാക്ഷൻസ് എന്നാണ് പറയുന്നത്. 7th പ്രൊവിഷൻ ഓർത്തിരിക്കട്ടെ. 7th പ്രൊവിഷൻ ഓഫ് സെക്ഷൻ 139 സബ്സെക്ഷൻ 1. ഹൈ വാല്യൂ ട്രാൻസാക്ഷൻസ് ഉള്ള ആൾക്കാർ മാൻഡേറ്ററി ആയിട്ട് എന്ത് ഫയൽ ചെയ്യണം, റിട്ടേൺ ഫയൽ ചെയ്യണം. ഏതൊക്കെയാ നോക്കി, എ പേഴ്സൺ അതർ ദാൻ ഫേം ഓർ കമ്പനി who is not required to furnish a return as per the aforesaid provision and who are during the previous year. That means നോർമൽ കേസിനകത്ത് അങ്ങേര് ഒരു ടാക്സബിൾ പേഴ്സൺ അല്ല, റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങേര് കമ്പനിയോ ഫേമോ അല്ല എന്ന് വിചാരിക്കുക. പക്ഷേ ഇതേ ഈ പറയുന്ന 4 ട്രാൻസാക്ഷൻസ് ഹൈ വാല്യൂ ട്രാൻസാക്ഷൻസ് എന്ന് പറയും. ബേസിക്കലി 3 എണ്ണം. ബാക്കിയുള്ളത് എന്താ പറയുക, ഒരു ജനറൽ പ്രൊവിഷൻസ് ആയിട്ട് പറയണേ. 3 കാര്യങ്ങൾ ഇതുണ്ടെങ്കിൽ അങ്ങേര് നിർബന്ധമായിട്ടും എന്ത് ഫയൽ ചെയ്തേ പറ്റൂ, റിട്ടേൺ സബ്മിറ്റ് ചെയ്തേ പറ്റൂ. ദ ഫസ്റ്റ് വൺ ഹാസ് ഡെപ്പോസിറ്റഡ് ആൻ അഗ്രിഗേറ്റ് എമൗണ്ട് എക്സീഡിംഗ് ₹1 crore in 1 or more current accounts maintained with the banking company or a cooperative banks. അതായത് അങ്ങേരുടെ കറണ്ട് അക്കൗണ്ടിൽ 1 കോടി രൂപയ്ക്ക് മുകളിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയോ. സെക്കൻഡ് വൺ ഹാസ് ഇൻകർഡ് എക്സ്പെൻഡിച്ചർ ഓൺ ആൻ അഗ്രിഗേറ്റ് എമൗണ്ട് ഓഫ് എക്സീഡിംഗ് 2 lakhs for himself or any other person for travel to a foreign country. വിദേശത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് 2 ലക്ഷം രൂപ എക്സ്പെൻസ് ആയിട്ട് മുടക്കുകയോ. ആസ് ഇൻകേർഡ് എക്സ്പെൻഡിച്ചർ ഓൺ ആൻ അഗ്രിഗേറ്റ് എമൗണ്ട് ഓഫ് എക്സീഡിംഗ് 1 lakh ടുവേർഡ്സ് കൺസംപ്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി. കറണ്ട് ബില്ല് 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരികയോ ചെയ്താൽ ഓക്കെ, ആ ട്രാൻസാക്ഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയണേ, 7th പ്രൊവിഷൻസ് അനുസരിച്ച് ഹൈ വാല്യൂ ട്രാൻസാക്ഷൻസ് എന്ന് പറയണേ. സോ ഇങ്ങനെ വരുന്ന അസസികൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്തേ പറ്റൂ, റിട്ടേൺ സബ്മിറ്റ് ചെയ്തേ പറ്റൂ. മനസ്സിലായി? ഈ ഒരു പ്രൊവിഷനും കൂടെ ഓർത്തിരിക്കട്ടെ. എ പേഴ്സൺ അതർ ദാൻ ഫേം ആൻഡ് കമ്പനി. ദാറ്റ് മീൻസ് ഈ 7th പ്രൊവിഷൻ എന്ന് പറയുന്നത് ഫേമിനോ കമ്പനിക്കോ അപ്ലിക്കബിൾ അല്ല. അതല്ലാത്ത ബാക്കിയുള്ള അസസികളെ കുറിച്ചാണ് പറയുന്നത്. 4ാമത്തെ പറയുന്നത് ഫുൾഫിൽ സച്ച് അതർ കണ്ടീഷൻസ് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. പറഞ്ഞിരിക്കുന്ന ബാക്കിയുള്ള കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യുക. ഓക്കെ. സോ ഹൈ വാല്യൂ ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട 3 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്നോ അതിലധികമോ കറണ്ട് അക്കൗണ്ടിലോട്ടോ 1 കോടി രൂപയ്ക്ക് മുകളിൽ നിക്ഷേപിക്കുക. സെക്കൻഡ് വൺ, ഈ പറയുന്ന വിദേശം അല്ലെങ്കിൽ ഫോറിനിലോട്ട് പോകാൻ വേണ്ടിയിട്ട് 2 ലക്ഷം രൂപയ്ക്ക് എക്സീഡിംഗ് ആയിട്ടുള്ള അഗ്രിഗേറ്റ് എക്സ്പെൻഡിച്ചേഴ്സ് ഉണ്ടാക്കുക. ആൻഡ് ദ തേർഡ് വൺ കൺസംപ്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി. പ്രീവിയസ് ഇയറിൽ 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ കൺസംപ്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുകയോ ചെയ്യുകയാണെങ്കിൽ അവർ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ സ്പെഷ്യൽ കാറ്റഗറി അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹൈ വാല്യൂ ട്രാൻസാക്ഷൻസ് ഉള്ള ആൾക്കാരാണ്. അവർ നിർബന്ധമായിട്ടും എന്ത് ചെയ്തേ പറ്റൂ, റിട്ടേൺ സബ്മിറ്റ് ചെയ്തേ പറ്റൂ. സിറ്റുവേഷൻ മനസ്സിലായി? സോ നിങ്ങൾ ആ കാറ്റഗറി അനുസരിച്ചിട്ട് തന്നെ പഠിച്ചാൽ മതി. സെക്ഷൻ 139 സബ്സെക്ഷൻ 1 പറഞ്ഞിരിക്കുന്നത് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് ആരൊക്കെയാണെന്നാണ്. അതിനകത്ത് 2 കാറ്റഗറി ഓഫ് ആൾക്കാരാണ് പറഞ്ഞത്, ഫേമും കമ്പനിയും. പിന്നെ ഈ പറഞ്ഞതുപോലെ എക്സംഷൻ ലിമിറ്റിനെയൊക്കെ മാറ്റി വെച്ചിട്ട് ഈ പറഞ്ഞിരിക്കുന്ന എക്സംഷൻ ലിമിറ്റിനേക്കാൾ എമൗണ്ട് കൂടുതലുള്ളതാണെങ്കിൽ അവർ. ഓക്കെ. പിന്നെ പറഞ്ഞത് ഔട്ട്സൈഡ് ഇന്ത്യയെ കുറിച്ചാണ്. ഇന്ത്യക്ക് പുറത്തൊരു ബാങ്ക് അക്കൗണ്ടിനകത്ത് സൈനിങ് അതോറിറ്റി ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഒരു അസറ്റിന്റെ ബെനിഫിഷ്യൽ ഓണർ ആവുകയോ ചെയ്യുകയാണെങ്കിൽ അവർ. പിന്നെ ഈ പറഞ്ഞ പോലെ 7th പ്രൊവിഷൻ ഓഫ് സെക്ഷൻ 139 സബ്സെക്ഷൻ 1 പറഞ്ഞിരിക്കുന്ന ഹൈ വാല്യൂ ട്രാൻസാക്ഷൻ. സോ ഇത്രയും ആൾക്കാരാണ് നിർബന്ധമായിട്ടും എന്ത് ഫയൽ ചെയ്യേണ്ടത്, നമ്മുടെ ഇൻകം ടാക്സിന്റെ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. ഇനി ഓരോ കാറ്റഗറി ഓഫ് പേഴ്സൺസിനും റിട്ടേൺ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഫോംസ് ഉണ്ട്. ആ ഫോം ഓർത്തിരിക്കണം. ആ ഫോം ഏതാണെന്ന് പഠിച്ചാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റിട്ടേൺ സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലേ? ഇപ്പോൾ എന്താ പറയുക, നിങ്ങളൊരു ഓഡിറ്റർ ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നിങ്ങളൊരു ഇൻകം ടാക്സ് പ്രാക്ടീഷണർ ആണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഒരു അസസി നിങ്ങളുടെ അടുത്ത് വന്നിട്ട് നിങ്ങളോട് പറയുകയാണ് എനിക്ക് റിട്ടേൺ സബ്മിറ്റ് ചെയ്യണം എന്ന് പറയുകയാണെങ്കിൽ അവിടെ തീർച്ചയായിട്ടും ഓരോ കാറ്റഗറി ഓഫ് അസസിക്കും ഓരോ ടൈപ്പ് ഫോമുകളാണ്. സോ ആ ഫോംസ് ഏതൊക്കെയാണെന്ന് അറിയാം. നമുക്ക് നോക്കാം. ഓക്കെ. ITR 1 സഹജ്. നമ്മൾ ഫോമുകളെ കുറിച്ചാണ് പറയണേ. ഫോം നമ്പർ ITR 1 സഹജ്. For individuals having income from salary, one house property does not have any brought forward loss. Okay, സാലറിയും ഒരു ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്നുള്ള ഇൻകം അവിടെയും ഏത് പാടില്ല, does not have any brought forward loss. ആ ഹൗസ് പ്രോപ്പർട്ടിയുടെ ബ്രോഡ് ഫോർവേഡ് ലോസുള്ള കാര്യങ്ങളൊന്നും പാടില്ല. അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ അതർ സോഴ്സ്
അവിടെ പറഞ്ഞത് ഇൻട്രസ്റ്റ് ഡസ് നോട്ട് ഹാവ് എനി ലോസ് അണ്ടർ ദിസ് ഹെഡ്. അവിടെയും ലോസ് ഉണ്ടാവാൻ പാടില്ല എക്സെട്ര ബട്ട് എക്സെപ്റ്റ് വിന്നിംഗ് ഫ്രം ലോട്ടറി ഓർ ഇൻകം ഫ്രം ഹോഴ്സ് റൈസസ് ആൻഡ് ഹാവിംഗ് ടോട്ടൽ ഇൻകം അപ് ടു 50 lakhs. മനസ്സിലായി? സോ നോക്കിയേ, 50 ലക്ഷത്തിൽ കൂടുതൽ എന്തുണ്ടാവാൻ പാടില്ല? ടോട്ടൽ ഇൻകം ഉണ്ടാവാൻ പാടില്ല. നോർമലി കേസ് പറയുന്നത് സാലറി ഉണ്ടാവാം, ഒരു ഹൗസ് പ്രോപ്പർട്ടി ഉണ്ടാവാം, അതർ സോഴ്സ് മുഖേനയുള്ള ഇൻകം ഉണ്ടാവാം. അവിടെയും അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി പറഞ്ഞിരിക്കുന്നത് ഹൗസ് പ്രോപ്പർട്ടി ഇൻകം ഉണ്ടെങ്കിൽ തന്നെ എന്ത് ചെയ്യാനും പാടില്ല? ബ്രോഡ് ഫോർവേഡ് ലോസ് ഉണ്ടാവാനും പാടില്ല. മനസ്സിലായി? ഇതെല്ലാം കൂട്ടുമ്പോൾ നമുക്ക് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 50 lakhs എന്നുള്ള രീതിയാണ് നമ്മളോട് പറയുന്നത്. മനസ്സിലായി? ഇങ്ങനെയാണെങ്കിലും ഒരു സെർട്ടൻ കാറ്റഗറി ഓഫ് എക്സെംഷനും കൂടെ ഇതിനകത്ത് പറയുന്നുണ്ട്. നോക്കി, however the form is not to be used for an individual who is either director in a company or has invested in unlisted equity shares or has any brought forward or carry forward loss under the head income from house property or has to furnish the return under 7th provision of section 139 subsection 1. നമ്മൾ പറഞ്ഞ ഹൈ വാല്യൂ ട്രാൻസാക്ഷൻ ഓഫ് ദ ഇൻകം ടാക്സ് ആക്ട്. അതായത് ആദ്യത്തെ കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരാണ്, പക്ഷെ അവർക്ക് ഇതിനകത്ത് ഏതെങ്കിലും ആണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പാടില്ല? ഈ പറയുന്ന സഹജ് എന്ന് പറയുന്ന ITR 1 സഹജ് എന്ന് പറയുന്ന സാധനം യൂസ് ചെയ്യാൻ പാടില്ല. മനസ്സിലായി? സോ സഹജ് ആർക്കൊക്കെ യൂസ് ചെയ്യാം? നോക്കിയേ, ഇൻഡിവിജ്വൽസ് ആയിരിക്കണം, ഇൻകം ഫ്രം സാലറിയും ഹൗസ് പ്രോപ്പർട്ടിയും അതർ സോഴ്സ് പ്രകാരമുള്ള ഇൻകം മാത്രമേ പാടുള്ളൂ. ഏത് പാടില്ല എന്നർത്ഥം? ക്യാപിറ്റൽ ഗെയിനും PGBPയും പാടില്ല എന്നർത്ഥം. അവിടെ ഹൗസ് പ്രോപ്പർട്ടി ഒരെണ്ണേ ഉണ്ടാവാൻ പാടുള്ളൂ. ആ ഹൗസ് പ്രോപ്പർട്ടിക്ക് ഒരു കാരണവശാലും ബ്രോഡ് ഫോർവേഡ് ലോസോ കാര്യങ്ങളോ ഉണ്ടാവാൻ പാടില്ല. ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 50 ലക്ഷത്തിൽ കൂടുതലാവാനും പാടില്ല. അങ്ങനെയാണെങ്കിൽ ITR number 1 ദ നെയിം സഹജ് യൂസ് ചെയ്യാം. അവിടെ പറഞ്ഞ എക്സെപ്ഷൻ എന്താ? ഈ യൂസ് ചെയ്യുന്ന ആൾക്കാർ ഒരു കാരണവശാലും ഒരു ഡയറക്ടർ, ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഡയറക്ടർ ആവാൻ പാടില്ല. ആൻഡ് ദ സെക്കൻഡ് വൺ, അവർ അൺലിസ്റ്റഡ് ഇക്വിറ്റി ഷെയർസിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. കൂടാതെ ഏതെങ്കിലും തരത്തിലുള്ള ബ്രോഡ് ഫോർവേഡോ ക്യാരി ഫോർവേഡോ ലോസോ ഏതിനകത്ത് ഹൗസ് പ്രോപ്പർട്ടിക്കകത്ത് ഉണ്ടാവാനും പാടില്ല. ആൻഡ് ദ ലാസ്റ്റ് വൺ, അവർ നേരത്തെ നമ്മൾ പഠിച്ച 7th പ്രൊവിഷൻ ഓഫ് സെക്ഷൻ 139 സബ്സെക്ഷൻ 1 പ്രകാരം റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്നവരായിരിക്കരുത്. അങ്ങനെയാണെങ്കിൽ അവർക്ക് ITR number 1 സഹജ് എന്ന് പറയുന്ന സാധനം ചെയ്യാം. And the second one, number 2, ITR number 2, for individuals and HUF not carrying out the business or profession under any proprietorship. മനസ്സിലായി? എന്താ? ഇൻഡിവിജ്വൽ HUF ആണ്, അവർക്ക് ഏതുണ്ടാവാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. PGBP പ്രകാരമുള്ള ഇൻകം ഉണ്ടാവാൻ പാടില്ല എന്നേ ഉള്ളൂ. മനസ്സിലായി? സോ സഹജ് ഓർത്തിരിക്കുക. ഓക്കെ, സഹജ് കഴിഞ്ഞാൽ അടുത്ത ITR number 2 ആണ് പറയണേ. അവിടെ പറഞ്ഞതും ഇൻഡിവിജ്വലും HUFനാണ്, പക്ഷെ അവർക്ക് എന്തുണ്ടാവാൻ പാടില്ല എന്ന് മാത്രം. PGBP പ്രകാരം ഒരു ഇൻകം ഉണ്ടാവാൻ പാടില്ല. And ITR number 3, for individuals and HUF having income from a proprietary business or a profession. PGBP പ്രകാരം ഇൻകം ഉണ്ടെങ്കിൽ അവർ ഏത് യൂസ് ചെയ്യണം? ITR number 3 യൂസ് ചെയ്യണം. സിറ്റുവേഷൻ മനസ്സിലായല്ലോ? സോ ITR number 1 സഹജ്, കുറച്ച് സ്പെസിഫിക് കേസുകൾ നമ്മളോട് പറഞ്ഞായിരുന്നു. ITR number 2 ഇൻഡിവിജ്വൽ HUFനെ യൂസ് ചെയ്യാം, PGBP പ്രകാരം ഇൻകം ഉണ്ടാവാൻ പാടില്ല. ആൻഡ് ITR number 3 എന്ത് ചെയ്യാം? PGBP പ്രകാരം ഇൻകം ഉള്ള ആര്? ഇൻഡിവിജ്വൽ HUF. And the important one, ITR number 4, is called Sugam. Okay? Okay. For presumptive income from business or profession. Presumptive taxation നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ? PGBP പഠിക്കുമ്പോൾ presumptive taxation ഏതിനകത്തൊക്കെയാണ്? ഒരു ഫ്ലൈയിങ് ഹയറിങ് ഗുഡ്സ് കാരേജസ് നമ്മൾ പറഞ്ഞായിരുന്നു. അങ്ങനെ presumptive ബേസിനകത്ത് ടാക്സ് അടയ്ക്കുകയാണെങ്കിൽ, okay, however the form is not used for individual who is either director in a company or has invested in unlisted equity shares or has any brought forward or carry forward loss under the head income from house property. അവിടെ പറഞ്ഞതുപോലെ തന്നെ, ഏതിനകത്ത്? സഹജിനകത്ത് പറഞ്ഞതുപോലെ തന്നെ. ഓക്കെ, സോ ITR number 4 നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് ഏതിനു വേണ്ടിയിട്ടാണ്? ഈ പറഞ്ഞ പ്രിസംപ്റ്റീവ് ടാക്സേഷൻ എന്ന് പറയുന്ന കാറ്റഗറിയിൽ കയറി വരുന്ന അസസികൾക്ക് റിട്ടേൺ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ITR number 4 നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിനകത്തും നമ്മൾ സഹജിനോട് പറഞ്ഞ അതേ എക്സെപ്ഷണൽ കേസുകൾ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ദ നെക്സ്റ്റ് വൺ, ITR number 5, for persons other than individual HUF company person filing form ITR number 7. അതായത് ഇൻഡിവിജ്വൽ അല്ല, HUF അല്ല, കമ്പനി അല്ല, ITR number 7 പ്രകാരമുള്ള ആൾക്കാരും അല്ല. മനസ്സിലായി? ITR number 7 പ്രകാരമുള്ള ആൾക്കാരും അല്ല. അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ITR number 5 എന്ന്. സോ ITR number 7 എന്താണെന്ന് പറയാം, നമുക്ക് വരാം, വഴിയേ വരാം. അടുത്തത് ITR number 6, for companies other than companies claiming exemption under section 11. ഓക്കെ, ഏതായിരുന്നു? ഫോർ കമ്പനീസ്. നോർമൽ കേസിനകത്ത് കമ്പനീസിനാണെങ്കിൽ ITR number 6 ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അവിടെ അതർ ദാൻ ക്ലെയിമിംഗ് എക്സെപ്ഷൻ അണ്ടർ സെക്ഷൻ 11. ഓക്കെ, എക്സെപ്ഷൻ അണ്ടർ സെക്ഷൻ 11 എന്ന് പറയുന്നത് നമ്മുടെ ഏതാ? റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഒരു എക്സെപ്ഷൻ വരുന്നില്ലേ?
അതിനെയാണ് നമ്മൾ എക്സംഷൻ നമ്പർ 11 ആയിട്ട് പറയുന്നത്. അതല്ലാതെ ബാക്കിയുള്ള എല്ലാ കമ്പനീസിനും ITR നമ്പർ 6 ITR ഫോമാണ്. ഇതെല്ലാം ഫോമാണ്. ഇത് നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ ഏതെങ്കിലും ഒരു ഗസ്റ്റഡ് ഓഫീസിന്റെ ഫ്രണ്ടിൽ കെട്ടുന്ന ഫോം അല്ല. ഇതെല്ലാം നമ്മുടെ വെബ്സൈറ്റിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള ഫോമാണ്. മനസ്സിലായി? ഇൻകം ടാക്സിന്റെ വെബ്സൈറ്റിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള ഫോമാണ്. നമ്മൾ ആസ് എ ടാക്സ് പ്രാക്ടീഷണർ ഒരു ടാക്സ് ഓഡിറ്റർ അല്ലെങ്കിൽ ഒരു CMAയോ CA-കാരനാകുമ്പോൾ നമ്മൾ ആ സൈറ്റിനകത്ത് തന്നെ കയറിയിട്ട് ആ ഫോം നമുക്ക് എടുക്കാം. ആ ഫോം എടുത്തിട്ട് നമുക്ക് കാണിച്ച് അല്ലെങ്കിൽ ഫോം എടുത്തിട്ട് അത് നമുക്ക് ഫീൽ ചെയ്യാം. നമുക്ക് അടുത്തത് അതാണ് പഠിക്കാനുള്ളത്. സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നാണ് നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത്. നോക്കാം. And the ITR number 7, for person including companies required to furnish under section 139 4A, 4B, 4C, 4D and 4F. മനസ്സിലായി? ആ സെക്ഷൻ ഒന്ന് ഓർത്തിരുന്നാൽ മതി. റിട്ടേൺ സബ്മിറ്റ് ചെയ്യേണ്ടത് 4A പ്രകാരമോ 4Bയോ 4Cയോ 4Dയോ 4Fോ പ്രകാരമാണെങ്കിൽ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോ തന്നെ പറയാം, അല്ലെങ്കിൽ അടുത്ത വീഡിയോയിലായിട്ട് പറയാം. നമുക്ക് റിട്ടേണിനകത്ത് അതെല്ലാം ഡിസ്കസ് ചെയ്യാനുള്ളതാണ്. സോ ഇങ്ങനെ വരുന്ന കാറ്റഗറി ആണെങ്കിൽ ITR നമ്പർ 7. And the last one, V. Okay, for verification. That means income tax return verification form ആണ്. ഇൻകം ടാക്സിന്റെ റിട്ടേണിന്റെ വെരിഫിക്കേഷൻ ഫോം ആണ്. അവിടെ പറയുന്നത് എന്താ നോക്കി, where the data of the aforesaid return of income has been transmitted electronically without digital signature. മനസ്സിലായി? അതൊരു വെരിഫിക്കേഷൻ ഫോം മാത്രമാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഈ പറയുന്ന റിട്ടേണുമായിട്ട് ഇൻകം ടാക്സിന്റെ റിട്ടേണുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് പറയാനുള്ളത്. സോ 139(1) പ്രകാരം ഒരിക്കൽ കൂടെ മെയിനായിട്ട് ഒരു ജനറൽ കേസ് പറഞ്ഞായിരുന്നു. അസറ്റ് ലൊക്കേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ എങ്ങനെയാണെന്ന് പറഞ്ഞായിരുന്നു. ഹൈ വാല്യൂ ട്രാൻസാക്ഷൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞായിരുന്നു അല്ലേ. അത് കഴിഞ്ഞിട്ട് ഓരോ അസസിയും ഏതൊക്കെ തരത്തിലുള്ള ഫോംസ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒരു കാര്യം കൂടെ നമുക്ക് പറയാം. നോക്കി, ITR 1 or ITR 4 cannot be used by a person. ITR 1 ഉം 4 ഉം സഹജം സുഖം അല്ലേ. അത് എന്തൊക്കെയാണ് നോക്കി, is a ordinarily resident, assets located outside India, signing authority of any account outside India, income from any source outside India. മനസ്സിലായി? ഇവർക്ക് ഇത് യൂസ് ചെയ്യാൻ പാടില്ല. ITR 1 or ITR 4 യൂസ് ചെയ്യാൻ പാടില്ല. And the second one has claimed any relief under section 90, 90A or reduction under section 91. ഇതും എന്ത് തന്നെയാണ്, ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻസ് തന്നെയാണ്. മനസ്സിലായി? യൂണിലാറ്ററൽ റിലീഫ്, ബൈലാറ്ററൽ റിലീഫ് എന്നൊക്കെ പറയും. ദാറ്റ് മീൻസ് ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ്. ഒരു ഇൻകത്തിന് 2 സ്ഥലത്ത് ടാക്സ് കൊടുക്കേണ്ടി വരുന്ന സാഹചര്യം. ആൻഡ് ദ തേർഡ് വൺ ഹാസ് അഗ്രികൾച്ചറൽ ഇൻകം എക്സീഡിംഗ് 5,000. നോട്ട് ചെയ്ത് വെച്ചോ, അഗ്രികൾച്ചറൽ ഇൻകം 5000-ന് മുകളിലാണെങ്കിൽ, അസസിന്റെ അഗ്രികൾച്ചറൽ ഇൻകം 5000-ന് മുകളിലാണെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഈ പറഞ്ഞതുപോലെ ITR നമ്പർ 1 or 4 യൂസ് ചെയ്യാൻ പാടില്ല. ആൻഡ് ഹാസ് ഇൻകം ടാക്സബിൾ അണ്ടർ സെക്ഷൻ 115 BBDA and has income in the natural referred section 115 BBE. ഈ 2 സെക്ഷൻസ് പ്രകാരമുള്ള ഇൻകംസ് കയറി വരികയാണെങ്കിൽ അവർക്കും എന്ത് ചെയ്യാൻ പാടില്ല, ഈ പറഞ്ഞതുപോലെ ITR 1 or 4 യൂസ് ചെയ്യാൻ പാടില്ല. And the last one is either director in a company or has invested unlisted equity shares or has any brought forward or carry forward loss under the head income from house property. മനസ്സിലായി? സോ ഇത്രയും കാര്യങ്ങളാണ് ഏത് ITR. ഇവിടെ നോക്കി, ITR 1 ഉം 4 ഉം ആണ് ഇവിടെ എടുത്ത് വീണ്ടും പറഞ്ഞിരിക്കുന്നത്. സോ അത് അത്രയും ഇമ്പോർട്ടൻ്റ് ഉള്ളത് കൊണ്ടായിരിക്കാം. സോ ഇത്രയും കാര്യങ്ങൾ നന്നായി നോക്കുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് റിട്ടേൺ സബ്മിറ്റ് ചെയ്യണേ. ഓക്കെ, സോ ആരൊക്കെയാണെന്ന് അറിയണം, ഏതൊക്കെ ഫോം യൂസ് ചെയ്തിട്ടാണെന്ന് അറിയണം. ഇനി പഠിക്കാൻ പോകുന്നത് ഓഫ്ലൈൻ ആയിട്ടാണോ ഓൺലൈൻ ആയിട്ടാണോ ഇലക്ട്രോണിക്കലി ആണോ, ഓരോ ഫോംസും ഓരോ രീതിയിലാണ്. മനസ്സിലായി? സോ അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് റിട്ടേൺ എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റെപ്സുകളെ കുറിച്ചാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ബൈ.